വർഷം തുടക്കത്തിലെ പ്രധാന പ്രശ്നമായിരുന്നു വിജയിക്കുന്ന മലയാള സിനിമകളിലെ സ്ത്രീകളില്ലായ്മ അല്ലെങ്കിൽ സ്ത്രീ പ്രാധാന്യമില്ലായ്മ. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. ഇപ്പൊ മുഴുവൻ സ്ത്രീകളാണ്. ഇറങ്ങുന്ന സിനിമകളിൽ ചുമ്മാ പ്രതിമ പോലെ വെച്ചിരിക്കുന്ന വെറും സ്ത്രീ കഥാപാത്രങ്ങളല്ല, സിനിമയുടെ ഒഴുക്കിനെ മുന്നോട്ട് നയിക്കുന്ന സ്ത്രീകൾ. ഉള്ളൊഴുക്കിലെ അഞ്ജുവും ലീലാമ്മയും മുതൽ മന്ദാകിനിയിലെ രാജലക്ഷ്മിയും നടന്ന സംഭവത്തിലെ ധന്യയും ലോകത്തിനു മുന്നിൽ മലയാളികൾക്ക് അഭിമാനമായി ക്യാനിൽ വരെ എത്തിയ കനിയും പ്രഭയും ഒക്കെ മലയാള സിനിമയിലെ സ്ത്രീകളുടെ കരുത്തെന്തെന്ന് കാണിച്ചു കൊടുത്തവരാണ്. ഇനിയും വരാനുമുണ്ട് മലയാളത്തിലെ പെൺകരുത്തിന്റെ കഥാപാത്രങ്ങൾ. നായകന്മാർക്ക് മാത്രം പ്രാധാന്യം നൽകിയ സിനിമകൾ അടുപ്പിച്ച് വിജയം കണ്ടപ്പോഴാണ് മലയാളത്തിലെ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യം വന്നത്. അന്നും സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സിനിമ ഹോൾഡ് ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളല്ലായിരുന്നു പലതും എന്ന് മാത്രം. അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ അന്നത്തെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഉറപ്പിച്ചു പറയാം. കൂടാതെ ഹിറ്റുകൾ എന്നത് ബോക്സ് ഓഫീസിലെ കണക്കുകൾ മാത്രമല്ല, കാരണം ലോജിക്കില്ലാത്ത പല സിനിമകളും ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ മാത്രമല്ല, ക്വാളിറ്റി ഹിറ്റുകളും കൂടിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് കാരണമാവുകയാണ് മലയാളത്തിന്റെ സ്ത്രീകൾ. ഇപ്പോൾ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ക്യാനിൽ വരെ മലയാളത്തിന്റെ പെണ്ണുങ്ങളെ എത്തിച്ച ചിത്രം. തിരക്ക് പിടിച്ച മുംബൈ നഗരത്തിൽ ജോലിയുടെ ഭാഗമായി എത്തിയ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയാണിത്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ചിത്രം ക്യാനിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡും നേടി. സ്ത്രീകളുടെ സംരംഭം എന്നാണ് ചിത്രത്തെ പലരും വിശേഷിപ്പിച്ചത്. നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുള്ള ചിത്രമാണ് മന്ദാകിനി. അവർക്ക് സ്പേസ് ഉള്ള ചിത്രം കൂടിയാണത്. അനാർക്കലിയുടെ അമ്പിളിയും അശ്വതി ശ്രീകാന്തിന്റെ കഥാപാത്രവും എല്ലാം മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അമ്പിളിയുടെ അമ്മായിയമ്മയായി എത്തിയ സരിത കുക്കുവിന്റെ രാജലക്ഷ്മി എന്ന കഥാപാത്രം അല്പം കൂടി മുന്നിട്ട് നിൽക്കുന്നതാണ്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ശക്തമായ ഇച്ഛാശക്തിയുള്ള ഒരമ്മ. പലയിടത്തും അവരുടെ തീരുമാനങ്ങളും പ്രകടനവും ഒക്കെ കയ്യടി അർഹിക്കുന്നുണ്ട്. അതവർ വളരെ ഭംഗിയായിട്ടും ചെയ്തു. പിന്നെ അടുത്തിടെ ഇറങ്ങിയ നടന്ന സംഭവം എന്ന ചിത്രത്തിലും സ്ത്രീകളുടെ പല അവസ്ഥകളും തുറന്നു കാട്ടുന്നുണ്ട്. അതിഗംഭീരമായ ഒരു സ്ത്രീപക്ഷ സിനിമയാണതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പുരുഷന് മുന്നിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പല നിസ്സഹായ അവസ്ഥയും മടുപ്പും ഭയവും എല്ലാം ധന്യ എന്ന കഥാപാത്രത്തിലൂടെ ലിജോ മോൾക്ക് പറഞ്ഞു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം പുരോഗമനപരമായി ഒരാളും പ്രത്യേകിച്ചൊരു ഡൊമിനൻസിക്ക് അവകാശമുള്ളവരല്ല എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ ശ്രുതി രാമചന്ദ്രന്റെ കഥാപാത്രത്തിനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വ്യത്യസ്ത പരീക്ഷണവുമായി എത്തിയ ചിത്രം ഗഗനചാരിയിലും സ്ത്രീയുടെ പങ്ക് അത്ര ചെറുതല്ല. ഡിസ്റ്റോപ്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ ഏലിയനായാണ് അനാർക്കലി എത്തുന്നത്. മലയാളികൾക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത കഥാപശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അനാർക്കലി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഒപ്പം ഉള്ളൊഴുക്കിലൂടെ പല തലത്തിലുള്ള സ്ത്രീ മനോഭാവത്തെ തുറന്നു കാട്ടുന്നുണ്ട്. അഭിനയത്തിലൂടെ അത് പ്രതിഫലിപ്പിക്കാൻ ഉർവശിക്കും പാർവതിക്കും കഴിഞ്ഞിട്ടുണ്ടെന്നതിന്റെ തെളിവാണ് സിനിമയുടെ റെസ്പോൺസുകൾ. കൊമേഴ്ഷ്യൽ സിനിമകൾ വിജയം കണ്ടപ്പോൾ ഇറങ്ങിയ പല സിനിമകളിലും ചർച്ച ചെയ്യപ്പെടേണ്ട തലം പല സ്ത്രീ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസ് കണക്കുകൾ അവ മുങ്ങിപ്പോയി. പക്ഷെ ഇനിയും വരാനിരിക്കുന്നുണ്ട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ. റിമ കല്ലിങ്കൽ നായികയായി സജിൻ ബാബു ഒരുക്കുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയുടെ പോസ്റ്റർ തന്നെ മതി അതുറപ്പിക്കാൻ. കൂടാതെ അമൽ നീരദിന്റെ ബൊഗൈൻ വില്ലയിലൂടെ 11 വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയി തിരിച്ചു വരികയാണ്. ഇതിനോടകം ഇറങ്ങിയ പോസ്റ്ററുകൾ വെച്ച് നോക്കുമ്പോൾ അടയാളപ്പെടുത്തേണ്ട ഒരു സ്ത്രീ കഥാപാത്രം തന്നെയായിരിക്കും അതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.